വെൽക്കം ടു ദ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെ ഡിസ്റ്റൻസും ആയിരുന്നു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് കുറച്ച് ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. ഗ്രാഫുകൾ പരിചയപ്പെടണം, അതോടൊപ്പം തന്നെ ഗ്രാഫിൻ്റെ പെക്യുലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും പഠിക്കണം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പഠിക്കേണ്ടതാണ് ഒന്നാമത്തേന്ന് പറയുന്നത് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറയുന്നത് ബൈ മാത്തമെറ്റിക്കൽ ഫോർമുല ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് എന്തെന്ന് പറയുന്നതാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അതുപോലെ തന്നെ മക്കളെ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്. സ്പീഡ് അതും എന്ത് തന്നെയാണ്? ഡിസ്പ്ലേസ്മെൻ്റ് അല്ല, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഓക്കെ, ഇവർ രണ്ടുപേരുടെ യൂണിറ്റ് എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അപ്പോൾ ഇത് രണ്ട് ക്വാണ്ടിറ്റിയുടെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ കിലോമീറ്റർ പെർ അവറിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മീറ്റർ പെർ സെക്കൻഡിൽ കിലോമീറ്റർ പെർ അവറിൻ്റെ കൺവേർഷൻ നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് മക്കളെ കൺവേർട്ട് ചെയ്യുന്നത്? അതായത് 1 മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 1 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ഈക്വൽ ടു 5/18 1 kilometer per hour. 1 kilometer per hour is equal to എന്താണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചാൽ എന്താണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബൈ ദ പെർസ്പെക്റ്റീവ് ഓഫ് എക്സാമിനേഷൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ആവറേജ് സ്പീഡ് and average velocity. Okay, so what is average speed? Average speed is total distance traveled by total time taken. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് എന്തെന്ന് പറയുന്നതാണ്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അടുത്ത കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ആവറേജ് സ്പീഡിൻ്റെയും ആവറേജ് വെലോസിറ്റിയുടെയും ഫോർമുല ഡിഫറൻ്റ് ആണ്. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും അല്ലേ. ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും by total time taken. അല്ലെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും പാത്ത് ലെങ്ത്. ഇൻ ദിസ് കേസ് പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ. ഓക്കെ, ഇങ്ങനെ വേണമെങ്കിൽ പറയാം. പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവൽ, അതാണ് എന്ത്? ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റി തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഇത് രണ്ടും റെപ്രസെൻ്റ് ചെയ്ത് എന്തിലാണ്? മീറ്റർ പെർ സെക്കൻഡിലാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? അല്ലെങ്കിൽ കിലോമീറ്റർ പെർ അവറിൽ. ഓക്കെ, അപ്പോൾ 1 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം? 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ divided by 1 hour is equal to 3600 seconds. These will cancel out. It will be 5/18 meter per second. If you forgot these values, you can just substitute by the standard variables. Standard ആയിട്ടുള്ള വേരിയബിൾസ് വാല്യൂസ് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ. യെസ്, ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് യൂണിഫോം മോഷൻ എന്താണെന്ന്. ഓക്കെ, യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ equal distance traveled in equal intervals of time.
ഓക്കെ, അപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഈസ് കോൾഡ് എന്ത്? യൂണിഫോം മോഷൻ. ഓക്കെ, അപ്പോൾ ഒരു ബോഡി യൂണിഫോം മോഷനിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? അത് ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആയിരിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ നമ്മളിപ്പോൾ വരയ്ക്കുമ്പോൾ ആദ്യത്തെ 2 മീറ്റർ 2 സെക്കൻഡിൽ പോയി, അപ്പോൾ അടുത്ത 2 മീറ്ററും 2 സെക്കൻഡിൽ എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യണം. അടുത്ത 2 മീറ്ററും 2 സെക്കൻഡിൽ ട്രാവൽ ചെയ്യണം. അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോടാ? സംശയമില്ലല്ലോ? ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനി അടുത്തത് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഓക്കെ, എ കാർ ഈസ് മൂവിങ് ഫ്രം, you can maybe you can write the question. Otherwise no problem, I will write it. A car is moving from, okay, R O Q and this is P, this is 0 and this is 240 and this is 360. Okay, these are the meters in meter. A car is moving from O to Q in 18 seconds. O to Q is moving with 18 seconds and from P to Q 6 seconds. P to Q is 6 seconds. Okay, but in this particular case we have to find the average speed. Okay, what is average speed? We already discussed about average speed അല്ലേ? എന്താണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. സോ O to P അല്ലേ? O to P എത്രയാണ്? 18 സെക്കൻഡ്സ് ആണ്. ദെൻ P to Q എത്രയാണ്? 6 സെക്കൻഡ്സ് ആണ്. അപ്പോൾ O to P 360 മീറ്റർ അല്ലേ? 360 മീറ്റർ അല്ലേ? അതെ. അടുത്തത് P to Q എത്ര ഡിസ്റ്റൻസ്? 120 അല്ലേ? 120 അല്ലേ? അതെ. 360 മൈനസ് 240 എത്ര വരും കൂടെ? 120. ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0, 8, 480. ഇപ്പോൾ 480 ഡിവൈഡഡ് ബൈ എത്ര വരും കൂടെ? 18 പ്ലസ് 6 എന്ന് വരും. ഓക്കെ, 480 ഡിവൈഡഡ് ബൈ 18 പ്ലസ് 6 ഇപ്പോൾ എത്ര വരും മക്കളെ? അത് 480 ഡിവൈഡഡ് ബൈ 24 ഇപ്പോൾ എത്ര കിട്ടും? 20 എന്ന് കിട്ടും. 20 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇതാണ് ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല. മനസ്സിലായോടാ? സെറ്റല്ലേ? യെസ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് അടുത്തൊരു കൺസെപ്റ്റിൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത് ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ആവറേജ് സ്പീഡ് നമ്മൾ കണ്ടുപിടിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ആവറേജ് വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് വെലോസിറ്റി അപ്പോൾ ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്നത് O to Q, ദെൻ ഫ്രം P to Q അല്ലേ? O to P, ദെൻ ഫ്രം P to Q. O to P, P to Q അല്ലേ? അപ്പോൾ അവിടുത്തെ ടൈം ടേക്കൺ എത്രയായിരിക്കും? ഇവിടെ ടോട്ടൽ ടൈം ടേക്കൺ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 18 പ്ലസ് 6. അതിന് വ്യത്യാസം ഉണ്ടോ? ഇല്ല. O to P പോവാൻ 18 സെക്കൻഡ്സ് എടുക്കും, അതുപോലെ തന്നെ P to Q പോവാൻ 6 സെക്കൻഡ്സും എടുക്കും. അപ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ എത്രയാണ്? 18 പ്ലസ് 6. ഇനി നമ്മൾ നോക്കേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ? അപ്പോൾ ഈ ദിസ് ഈസ് ദ initial position and this is the final position. So the distance between initial and final position is 240. So 240 divided by what is the value? 18 plus 6. That is 240 by 24. That is എത്ര കിട്ടൂടാ? 240 by 24 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ആവറേജ് സ്പീഡ് നമുക്ക് എത്ര കിട്ടിയേ? ആവറേജ് സ്പീഡ് നമുക്ക് കിട്ടിയത് 20 ആണ്. പക്ഷെ ആവറേജ് വെലോസിറ്റി കിട്ടിയത് എത്രയാണ്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായോടാ? ആ വ്യത്യാസം മനസ്സിലായോ? സംശയമുണ്ടോ? ഇല്ലല്ലോ? ഓക്കെ അല്ലേ? അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇൻ്റർവെൽ ആണ് എന്ത് തരുന്നത്? ആവറേജ് സ്പീഡ് തരുന്നത്. ടോട്ടൽ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ ആണ് നമുക്ക് എന്ത് തരുന്നത്? ആവറേജ് സ്പീഡ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടും നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ ആണല്ലോ?
Yes. Okay. ഇനി അടുത്താണ് നമുക്ക് പഠിക്കാനുള്ള രണ്ട് ടേമാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഓക്കെ, ഓക്കെ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ദ വെലോസിറ്റി അറ്റ് വൺ ഇൻസ്റ്റൻറ്റ്. ഒരു ഇൻസ്റ്റിങ്ക്റ്റിലുള്ള അതിൻ്റെ വെലോസിറ്റിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻസ്റ്റൻറ്റ് വെലോസിറ്റി എന്ന്, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി v ഈസ് ഈക്വൽ ടു, നമുക്കറിയാം v ഈസ് ഈക്വൽ ടു എന്താണ്, v ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഈ ഒരു ലിമിറ്റും കൂടെ കൊടുക്കണം. ഓക്കെ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, ഓ വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ദ ടൈം ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദ വെലോസിറ്റി, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ distance is given by a t raised to 4 plus b t cube, then what is distance x, displacement x, then what is the velocity v is equal to dx by dt, dx by dt. അപ്പോൾ എത്ര കിട്ടൂടാ, 4a t cube plus 3b t square. Okay, this will be the value. Understand? മനസ്സിലായല്ലോടാ? യെസ്. ഇനി നമ്മൾ അടുത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഓക്കെ ആണല്ലോ ഇതത്രയും? യെസ്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഓർ സിംപ്ലി സ്പീഡ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. അപ്പോൾ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റിയെ മാത്രമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെ മാത്രമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് ഈസ് അറ്റ് ദ ഇൻസ്റ്റൻറ്റ്, ആ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള സ്പീഡിനെയാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ, സംശയമില്ലല്ലോടാ? യെസ്. അപ്പോൾ നമുക്കിനി അടുത്തത് നോക്കാം മക്കളെ. അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ആക്സിലറേഷൻ എന്താണെന്നാണ്. ആക്സിലറേഷൻ അപ്പോൾ മക്കളെ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈസ് നത്തിങ് ബട്ട് the rate of change of velocity. The rate of change of velocity is called acceleration. Okay, acceleration is a vector quantity because it has both direction and magnitude. ഓക്കെ, ഇറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്ടേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ മോഷൻ പ്ലെയിൻ വരുമ്പോൾ നമ്മൾ പഠിക്കാം. ഓക്കെ, അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഇതിന് എന്തുണ്ടാ, ബോത്ത് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതിൻ്റെ ഡയമെൻഷൻ അനാലിസിസ് വെച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ് അല്ലേ, ആക്സിലറേഷൻ്റെ കേസ് നമ്മൾ നോക്കിയതാണ്. ഇത് നമുക്ക് അടുത്ത വരുന്നതെന്ന് വെച്ചാൽ ഗ്രാഫാണ്. ഗ്രാഫ് അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു ഫോർമുലയും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആക്സിലറേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. ഓക്കെ, v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്തായിരിക്കും ഇവിടെ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിലുള്ള ആക്സിലറേഷനെ ആയിരിക്കും ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ നമ്മൾക്ക് എങ്ങനെ എഴുതാടാ, ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി അല്ലേ. Acceleration is equal to limit x delta t tends to 0 delta v by delta t, which is equal to dv by dt. This is the formula for acceleration. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ്റെ ഫോർമുല എന്താണ്, dv by dt. ഓക്കെ ആണല്ലോ.
ഓക്കെ, ഇനി നമുക്ക് അടുത്താണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഗ്രാഫ്സ് ഓഫ് ഡിഫറെൻറ്റ് മോഷൻ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, മോഷൻ റെപ്രസെൻറ്റേഷൻ്റെ ഡിഫറെൻറ്റ് ഗ്രാഫുകളാണ്. ഇപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ആ പേരിൽ തന്നെ ഉണ്ട്, പൊസിഷനും ടൈമും ഉൾപ്പെടുന്ന ഗ്രാഫിനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ദ പൊസിഷൻ ഈസ് ടേക്കിംഗ് അലോൺ ദ ഏത് ആക്സിസ് ആണ്, y ആക്സിസ്, ആൻഡ് ടൈം ഈസ് ടേക്കൺ അലോങ് ദ x ആക്സിസ്, പൊസിഷൻ x. ഓക്കെ, അപ്പോൾ ഇത് സ്റ്റേഷനറി ബോഡി ആണെങ്കിൽ ഇതെങ്ങനെയായിരിക്കും മക്കളെ? സ്റ്റേഷനറി ബോഡി ആണെങ്കിൽ ലൈക്ക് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ, എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇഫ് എ ബോഡി ഈസ് അറ്റ് സ്റ്റേഷനറി സ്റ്റേറ്റ് ഇരിക്കുന്ന ഒരു ബോഡിയുടെ മോഷൻ കാണിക്കണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇറ്റ് ഷോസ് എ ലൈൻ പാസിംഗ് എ ലൈൻ വിച്ച് ഈസ് പാരലൽ ടു ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ ആയിരിക്കണം. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാടാ. Position time graph of a uniform motion. Position time graph of uniform motion. Position time graph of uniform motionന്റെ കേസിലാണെങ്കിൽ മക്കളെ അത് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അല്ലേ, ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ ഇരിക്കുന്ന ഗ്രാഫിനെയാണ് എന്തെന്ന് പറയുന്നത്? ദിസ് ഈസ് പൊസിഷൻ, ദിസ് ഈസ് ടൈം, this is x-axis and this is y-axis. Okay, this will be the graph that shows the position time graph of what? A uniform motion. Okay, uniform motion. അപ്പോൾ ഈ യൂണിഫോം മോഷൻ്റെ ഇത് കണ്ടു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും കിട്ടുന്നത്? ഇതിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ, ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ the slope will indicate velocity. സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? വെലോസിറ്റിയാണ്. സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളിങ്ങനെ വരയ്ക്കും അല്ലേ, പൊസിഷൻ ഇവിടെ എന്തായിരിക്കും? T1, ഇത് T2, ഇതെന്തായിരിക്കും ഇവിടെ? X1 ആൻഡ് ദിസ് ഈസ് X2. അപ്പം എന്ത് കിട്ടും? X2 മൈനസ് X1 ബൈ ഇത് കിട്ടും മക്കളെ, T2 മൈനസ് T1. ദിസ് ഈസ് വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ഒബ്ജക്റ്റ് ഷോസ് വാട്ട്? ദ വെലോസിറ്റി. ഓക്കെ, വെലോസിറ്റിയാണ് അത് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ കൂടെ? അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് എന്താ കാണിക്കുന്നത്? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഷോസ് ദ സ്ലോപ്പ് ഓഫ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി ഷോസ് എന്താണ്? വെലോസിറ്റി. ഓക്കെ ആണല്ലോടാ? ഓക്കെ അല്ലേ? യെസ്. അതുപോലെ തന്നെ if it has positive velocity, and നമ്മൾ പറഞ്ഞു വെലോസിറ്റി എന്തൊക്കെയാവാം? വെലോസിറ്റി ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. ഓക്കെ, നെഗറ്റീവും പോസിറ്റീവും സീറോയും എല്ലാം ആവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ പോസിറ്റീവ് വെലോസിറ്റി എങ്ങനെയാണ് എഴുതുന്നത്? ഫോർ എ പോസിറ്റീവ് വെലോസിറ്റി ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ലുക്കിംഗ് ലൈക്ക് ദിസ്. ഓക്കെ, ഫോർ നെഗറ്റീവ് വെലോസിറ്റി ഇറ്റ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. Okay, അപ്പോൾ this is for positive velocity and this is for negative velocity. Okay, understood? Okay. The position time graph of an accelerated motion. അപ്പോൾ ഈ യൂണിഫോം മോഷനിൽ എന്തില്ല? ആക്സലറേഷൻ ഇല്ല അല്ലെ, ആക്സലറേഷൻ സീറോ ആയിരിക്കും, കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആക്സലറേഷൻ എന്തായിരിക്കും ഇവിടെ? ആക്സലറേഷൻ ബിക്കം സീറോ അല്ലെ, ആക്സലറേഷൻ എന്തായിരിക്കും ഇവിടെ? സീറോ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പൊസിഷൻ ടൈം ഗ്രാഫ് എടുത്താൽ ഫോർ ആൻ ആക്സിലറേറ്റഡ് മോഷൻ അതെന്തായിരിക്കും ഇവിടെ? ഒരു പരാബോളിക് കർവ് ആയിരിക്കും. ഓക്കെ, ഒരു പരാബോളിക് കർവ് ആയിരിക്കും. ഇതായിരിക്കും. ഓക്കെ, ഒരു പരാബോളിക് കർവ് ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ എന്തായിരിക്കും? ഇവിടെ ടൈം ആയിരിക്കും, ഇവിടെ ഇരിക്കുന്നത് പൊസിഷൻ ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് നെഗറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കും. നെഗറ്റീവ് ആക്സലറേഷൻ ആണെങ്കിൽ ഡൗൺവേർഡ് ആയിരിക്കും കർവ് വരുന്നത്. അപ്വേർഡ് കർവ് വന്നാൽ എന്തായിരിക്കും? പോസിറ്റീവ് ആക്സലറേഷൻ ആയിരിക്കും. ഡൗൺവേർഡ് കർവ് വന്നാൽ നെഗറ്റീവ് ആക്സലറേഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ ഇവിടെ? ഇനിയിപ്പോൾ സീറോ ആയിട്ടുള്ളത് കർവ് ഏതാ? സീറോ ആയിട്ടുള്ളത്
ഇത് പൊസിഷൻ ടൈം ഗ്രാഫിൽ എന്താണ് എ ഈസ് ഈക്വൽ ടു 0 ആണ്. കാരണം യൂണിഫോം മോഷൻ ആണ് അല്ലേ. യൂണിഫോം മോഷൻ ആകുമ്പോഴത്തേക്ക് വെലോസിറ്റി എന്തായിരിക്കും ഇവിടെ? വെലോസിറ്റി വിൽ ബി ചേഞ്ച് കോൺസ്റ്റന്റ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇല്ല അല്ലേ. നമ്മൾ എങ്ങനെ ആക്സലറേഷൻ്റെ ഫോർമുല എഴുതുന്നത്? v2 മൈനസ് v1 ബൈ t2 മൈനസ് t1. അപ്പോൾ v2 മൈനസ് v1 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ദെൻ a ഈക്വൽ ടു 0. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? യെസ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ഓക്കെ ഓക്കെ അല്ലേടാ? യെസ്. ഇത് പൊസിഷനാണ്, ഇത് ടൈമാണ്. ഓക്കെ, അത് പൊസിഷനാണ്, ഇതെന്താണ്? ടൈമാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ട എന്താണ്? വെലോസിറ്റി. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? വെലോസിറ്റി. അപ്പോൾ കാൽക്കുലേറ്റ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ 5 സെക്കൻഡ്സ് ആൻഡ് 7 സെക്കൻഡ്സ്. അപ്പോൾ 5 സെക്കൻഡിനും 7 സെക്കൻഡിനും ഇടയ്ക്കുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആവറേജ് വെലോസിറ്റിയുടെ ഫോർമുല എന്തായിരുന്നടാ? വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ആവറേജ് വെലോസിറ്റി? ദ ടോട്ടൽ ഡിസ്റ്റൻസ്, ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്രയാണ്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് 30 മൈനസ് 10 അല്ലേ. 30 മൈനസ് 10 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ? ടൈം ചേഞ്ച് 7 മൈനസ് 5, ദാറ്റ് ഈസ് 20/2, ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ്. അണ്ടർസ്റ്റുഡ്? ഓക്കെ അല്ലേ? യെസ്. നമുക്ക് അടുത്ത് നോക്കാടാ. അടുത്താണ് മക്കളെ നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? യൂസസ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? എന്തൊക്കെയാണ് പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ യൂസസ് എന്തൊക്കെയാണ്? ടു ഫൈൻഡ് ദ പൊസിഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ഏതൊരു ഇൻസ്റ്റൻറ്റിലുള്ള പൊസിഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ടു ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് എനി ഇൻ്റർവെൽ, ഏതൊരു ഇൻ്റർവെൽ എടുത്താലും അതിൻ്റെ അകത്തുള്ള വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും യൂസിങ് പൊസിഷൻ ടൈം ഗ്രാഫ്. അടുത്തെന്താണ്? ഒബ്റ്റെയിൻ ദ മോഷൻ ടൈപ്പ്, നേച്ചർ ഓഫ് ദ മോഷൻ അല്ലേ. മോഷൻ്റെ ടൈപ്പ് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ദ മോഷൻ നമുക്ക് പറയാൻ പറ്റും. ലൈക്ക് യൂണിഫോം മോഷൻ ആണോ, ആക്സിലറേറ്റഡ് മോഷൻ ആണോ, സ്റ്റേഷനറി ആണോ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? പൊസിഷൻ ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. ഈ 3 പോയിന്റ്സ് ആലോചിച്ചിരിക്കുക. ഓക്കെ ആണല്ലോടാ? ഇനി അടുത്തതാണ് നമുക്ക് എന്ത് വരുന്നത്? വെലോസിറ്റി ടൈം ഗ്രാഫ്. ഓക്കെ, ഇപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താണ്? വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പൊസിഷൻ ടൈം ഗ്രാഫ് പോലെ തന്നെയാണ്. എന്താണ്? എക്സ് ആക്സിസിൽ നമ്മൾ ടൈം എടുക്കുന്നു, വൈ ആക്സിൽ എന്തെടുക്കുന്നു? വെലോസിറ്റി എടുക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ യൂസസ് എന്താണ് നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. ടു ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു യൂസാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രം ദ വെലോസിറ്റി ടൈം ഗ്രാഫ് വി ക്യാൻ ഐഡൻറ്റിഫൈ ഓർ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ എന്ത്? ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ടു ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് എനി പോയിന്റ്, ഏതൊരു ടൈം പോയിന്റിൽ എടുത്താലും അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പറ്റും. ടു ഫൈൻഡ് ദ ആക്സിലറേഷൻ അറ്റ് എവരി പോയിന്റ്, ഏതൊരു പോയിന്റ് എടുത്താലും അതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റും. ടു നോ ദ നേച്ചർ ഓഫ് ദ മോഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സിലറേറ്റഡ് മോഷൻ ആണോ അല്ലെങ്കിൽ യൂണിഫോം മോഷൻ ആണോ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ? ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും യൂസസ് ആണ് VT ഗ്രാഫിനുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വെച്ചാൽ VT ഗ്രാഫ് ഓഫ് മോഷൻ ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ വിത്ത് പോസിറ്റീവ് ആക്സിലറേഷൻ. ഇപ്പോൾ പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അടുത്തത് VT ഗ്രാഫ് ഓഫ് നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ എങ്ങനെ ഇരിക്കും മക്കളെ? ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ. നെഗറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. പോസിറ്റീവ് ആക്സിലറേഷൻ ആണെങ്കിൽ അപ്വേർഡ് മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കും.
ഓക്കെ അല്ലേ? യെസ്. യെസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് എടുത്താൽ, ഇപ്പോൾ ഇതൊരു കർവാണ്, ഇതിൻ്റെ ഏരിയ അണ്ടർ ദ കർവ് എടുത്താൽ യു വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഏരിയ അണ്ടർ ദ കർവ് എടുത്താൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടുന്നത്. അതിൻ്റെ സ്ലോപ്പ് എടുത്താൽ എന്താ കിട്ടുന്നത്? ആക്സിലറേഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ വി ടി ഗ്രാഫിൻ്റെ ഏരിയ എന്താ തരുന്നേടാ? ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ തരുന്നത്? ആക്സിലറേഷൻ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പോൾ വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് തരുന്നത് ആക്സിലറേഷൻ ആണ്, വി ടി ഗ്രാഫിൻ്റെ ഏരിയ തരുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഈ രണ്ട് കാര്യവും മറന്നു പോകരുത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളതെന്ന് വെച്ചാൽ, അപ്പോൾ ഗ്രാഫുകളെ പറ്റി ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. പ്രോബ്ലംസ് നമുക്ക് വരുന്ന വഴിയേ ചെയ്യാം കേട്ടോ. ക്ലാസ് കഴിയുന്നത് മുറയ്ക്ക് നമുക്ക് ചെയ്തു പോകാൻ പറ്റും.